ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾ 10, 13, 18 വയസ്സ് പ്രായത്തിലുള്ള കൗമാര പ്രായത്തിന്റെ സുഖകരമായ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് രക്ഷിതാക്കൾ പ്രധാനമായി തിരിച്ചറിയേണ്ട 2 വസ്തുതകളുണ്ട്. സ്കൂൾ പരിസരത്തെ ലഹരി കേസുകളുടെ എണ്ണം, ലഹരി ഉപയോഗം, ലഹരി സംഘങ്ങളുമായി കുട്ടികൾക്കുള്ള സമ്പർക്കം, ഈ 3 കാര്യങ്ങൾ മാനദണ്ഡമാക്കി എക്സൈസ് വിഭാഗത്തിന്റെ ഇന്റലിജൻസ് തയ്യാറാക്കിയ പ്രശ്ന സാധ്യത സ്കൂളുകളുടെ പട്ടികയുണ്ട്. ആയിരക്കണക്കിന് ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറികളുമാണ് അത്തരം പട്ടികയിലുള്ളത്. നമ്മുടെ കുട്ടികൾ പഠനം നടത്തുന്ന സ്ഥാപനങ്ങൾ അത് ഇവിടെയുള്ളതാണെങ്കിലും പുറത്തുള്ളതാണെങ്കിലും ആ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയകളുടെ കാരിയേഴ്സും ലഹരിയുടെ ഉപയോഗക്കാരും ഉപഭോഗക്കാരും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ആര് കണ്ണടച്ചാലും ഇരുട്ടാക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തേത്, കേരളത്തിന്റെ എക്സൈസ് കമ്മീഷണർ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. 17 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് 70% വിദ്യാർത്ഥികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലഹരി ആസ്വദിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യാതെ പോകുന്നില്ല എന്നാണ്. ഒരു സർവേ എന്ന് പറയുന്നത് എല്ലായിടങ്ങളിലും പൊതുവായി നടന്നതാവണമെന്നില്ല. കേസ് സ്റ്റഡിയുടെ ഭാഗമായി അവർ തെരഞ്ഞെടുത്ത കലാലയങ്ങളും വിദ്യാർത്ഥികളും കേന്ദ്രീകരിച്ചുള്ള അവരുടെ സർവേയുടെ റിപ്പോർട്ടാവാം. പക്ഷേ ഇതിന്റെ ഉപയോഗം, ഇതിന്റെ ഉപഭോഗം, ഇതിന്റെ വ്യാപനം അത്രമേൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ രംഗത്ത് ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ നടത്തുന്നവർ, ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് നടത്തുന്നവർ, മതരംഗത്തും ഭൗതിക രംഗത്തും വൈദ്യമേഖലകളിലുമുള്ള ആളുകൾ പറയുന്ന ഒരു വസ്തുതയുണ്ട്. 13 മുതൽ 18 വരെയുള്ള പ്രായം, പ്രത്യേകിച്ച് കൗമാര പ്രായമെന്ന ആ കാലഘട്ടത്തിൽ ഒരു സിഗരറ്റ് പോലും വലിക്കാത്തവനായി, ഒരു ലഹരി വസ്തു പോലും ഉപയോഗിക്കാത്തവനായി ഒരാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ പിന്നീട് അയാളുടെ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ ലഹരിയുടെ വഴിയിലേക്ക് അയാൾ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതല്ല, ഒരാൾ ഒരു നൈറ്റ് ക്യാമ്പിലോ ഒരു NSS ക്യാമ്പിലോ ഒരു ടൂറിലോ ഒരു കല്യാണത്തിന്റെ ദിവസമോ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലോ രസത്തിന് വേണ്ടി, കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വേണ്ടി, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് വേണ്ടി, ഒരു ഹരത്തിന് വേണ്ടി, ആകാംക്ഷയ്ക്ക് വേണ്ടി സ്ഥിരമായോ അല്ലാതെയോ ഏത് വിധേനയും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചവരാണെങ്കിൽ പിന്നീട് അത് സ്ഥിരമായി ഉപയോഗപ്പെടുത്തുവാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. കൗമാരപ്രായമെന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്നത് പെറ്റുകൂട്ടാനുള്ള കേവലമായ ഒരാളുടെ ജീവിതത്തിന്റെ ലൈംഗിക ആസ്വാദനത്തിന് അയാൾ പോലും അറിയാതെ ലഭിക്കുന്ന കേവലമായ ബൈ പ്രൊഡക്റ്റുകളല്ല, അള്ളാഹു അമാനത്തായി നൽകിയിട്ടുള്ളതാണ്. ആ മക്കളെ വളർത്തുമ്പോൾ, അവരെ ചേർത്ത് നിർത്തുമ്പോൾ, ജീവിതത്തിന്റെ കൗമാരത്തിലേക്ക് അവർ നടന്നു നീങ്ങുമ്പോൾ അവരോടൊപ്പം മാനസികമായ അടുപ്പം സ്ഥാപിക്കുവാൻ ഉപ്പക്കും ഉമ്മക്കും വീട്ടിലുള്ള കാരണവന്മാർക്കും സാധിക്കേണ്ടതുണ്ട്. രണ്ടാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ ഒരു വാചകമുണ്ട്, സാഹിബൂഹും സബ്ആ, അവരുടെ ജീവിതത്തിന്റെ 14 മുതൽ 21 വയസ്സ് വരെയുള്ള നിർണായകമായ 7 വർഷം നിങ്ങൾ അവരുമായി ആത്മബന്ധം സ്ഥാപിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ കൗമാരപ്രായത്തിലെത്തുമ്പോൾ ഉമ്മയോട് ഉള്ളു തുറന്ന് സംസാരിക്കാത്ത, ഉപ്പയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്ത, അവരറിയാത്ത ബാരിയറുകൾ, അവരറിയാത്ത വേർതിരിവുകൾ, മാനസികമായ അകൽച്ചകൾ രൂപപ്പെടുന്ന ആ കാലഘട്ടമാണ്. ഓരോരുത്തരും അവരുടെ പ്രൈവസി സ്പോട്ടുകൾ കണ്ടെത്തുന്ന ആ കാലഘട്ടമാണ്. ഓരോരുത്തർക്കും അവരുടെ ബെസ്റ്റ് ഫ്രണ്ടുകളും ചങ്കുകളും ചങ്കത്തികളും രൂപപ്പെടുന്ന ആ കാലത്താണ്. ആണോ പെണ്ണോ വ്യത്യാസമില്ലാതെ നമ്മുടെ തലമുറ ലഹരിയുടെ വഴികളിലേക്ക് പോകുന്നത് എന്ന് നാം തിരിച്ചറിയാം. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, എന്താ ചെയ്യുക, എങ്ങനെ ഇതിന് തടസ്സമുണ്ടാക്കുക, എങ്ങനെയാണ് പ്രതിരോധമുണ്ടാക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയോട് ഇതൊക്കെ കഴിച്ച രോഗമുണ്ടാവും, അതല്ലെങ്കിൽ ഇതിന്റെ കാരിയറായാൽ ലീഗലായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ വകവെക്കാത്ത ഒരു
തലമുറയാണ്. കാരണം പുതിയ തലമുറ എന്ന് പറയുന്നത് എങ്ങനെ ജീവിച്ചാലും അസുഖങ്ങൾ വരും, മരണം സംഭവിക്കും. അതുവരെ ജീവിതം കളറാക്കാം, ജീവിതം ഒന്നേയുള്ള, അതൊന്ന് ആസ്വദിക്കാം. ഈ നിയമം പറഞ്ഞ് രോഗം പറഞ്ഞ് പേടിച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്ക് ജീവിതം അടിച്ചു പൊളിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ ചിന്തകളിലേക്ക് ഇസ്ലാമികമായ ചില മാനദണ്ഡങ്ങളിലൂടെ മാത്രമേ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. ഞാൻ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അറിയപ്പെട്ട ചരിത്രം, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം, ലോകാടിസ്ഥാനത്തിലുള്ള സംസ്കൃതികളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒരു ലഹരി രഹിത സമൂഹത്തെ വാർത്തെടുത്ത ഒരൊറ്റ ചരിത്രം അത് ഇസ്ലാമിനാണ് അവകാശപ്പെട്ടത്. അധികാരത്തിന്റെ സോപാനങ്ങളിലിരുന്ന് ഒരു തലമുറയെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ തിന്മകളെ വിഭാടനം ചെയ്യുവാൻ ഞങ്ങൾ പരിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായ ചില ധവളപത്രങ്ങൾ ഇറക്കുന്ന ആളുകൾ ചരിത്രത്തിൽ പലപ്പോഴും കടന്നുപോയിട്ടുണ്ട്.